വെൽക്കം ടു മൈ ചാനൽ. കാറ്ററ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരത്തെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. 1917 ചമ്പാരന് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തിരുന്നു. ഇതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാവാൻ കാരണമായ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവായിരുന്നു രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. 1918 അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഈ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു. അടുത്ത സമരമാണ് ഗുജറാത്തിലെ ഗേദയിലെ കർഷക സമരം. 1918 വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി പ്രതിഷേധിച്ചതാണ് ഗേദ കർഷക സമരം. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മഹാത്മാഗാന്ധി. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്ത ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് 1920 നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ലാല ലജപത് റായ് ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമായിരുന്നു നാഗ്പൂരിലെ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനം. സി വിജയരാഘവാചാര്യരായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായി തീർന്നതും 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധി രൂപീകരിച്ച ഫണ്ടിനെയാണ് തിലക് സ്വരാജ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8 നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങളാണ്: ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കനറ ബാങ്ക്. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. 2013 ഉണ്ടായിട്ടുള്ളത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് എന്നറിയപ്പെടുന്നത് കനറ ബാങ്കാണ്. ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിമും ഗോവയും.
ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക് 1982. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ്. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്കാണ് കനറ ബാങ്ക്. ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്കാണ് ICICI. സോഫ്റ്റ്വെയർ റോബോട്ടിക് ആദ്യമായി അവതരിപ്പിച്ച ബാങ്ക് ICICI. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ICICI. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ബാങ്കിംഗ് സർവീസ് ആരംഭിച്ചത് ICICI. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI. കസ്റ്റമർ സേവനങ്ങൾക്ക് ആദ്യമായി റോബോട്ടിനെ അവതരിപ്പിച്ച ബാങ്കാണ് HDFC. ഇന്ത്യയിലെ ആദ്യ ബാങ്കിംഗ് റോബോട്ടാണ് ലക്ഷ്മി, സിറ്റി യൂണിയൻ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1741. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10-നാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്ന വിദേശിയാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ട തമിഴ്നാട്ടിലാണ്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20-നായിരുന്നു. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നെത്തിയ സ്ഥലം കാപ്പാട്, കോഴിക്കോടാണ്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ I. ഇന്ത്യൻ സമുദ്രത്തിലെ സേനാപതി എന്ന് മാനുവൽ രാജാവ് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിൽ വന്നത് 1502-ലാണ്. വാസ്കോഡഗാമ മൂന്നാമതായും അവസാനവുമായും ഇന്ത്യയിലെത്തിയത് 1524. അതിൽ വൈസ്രോയി ആയിട്ടാണ് 1524 വാസ്കോഡഗാമ ഇന്ത്യയിൽ വരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757-ലാണ് പ്ലാസി യുദ്ധം നടന്നിട്ടുള്ളത്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ച റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബംഗാൾ യുദ്ധഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ജനറലായിരുന്നു റോബർട്ട് ക്ലൈവ്. 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവുമാണ് ഏറ്റുമുട്ടിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബർ 31-നാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602-ലാണ്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616-ലാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രഭു ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കേഴ്സൺ പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. 1798-ലാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. സിംലയെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡൽഹൌസി. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ബോംബെ മുതൽ താനെ വരെ. 1853 ഏപ്രിൽ 16-നാണ് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയും ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈനായിരുന്നു കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലായിരുന്നു ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറലും ഡൽഹൌസി തന്നെയാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വന്നത് 1854-ലാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി. 1856 ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. 1848
ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം അവധാണ്. ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്ത ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു 1859. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിന്റോ സെക്കൻഡ് ആയിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911-ലാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാൾക്കൻ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ടാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാന്ദ്രത ഏറ്റവും കുറവായത് ഏത്? ആൻസർ ഓപ്ഷൻ എ ഭൂവൽക്കം. ഭൂമിയുടെ ഉള്ളറയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ഭൂവൽക്കം, മാൻറ്റിൽ, കാമ്പ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും കുറവ് സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിലിക്ക, അലൂമിനിയം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം സിമ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻറ്റിൽ. മാൻറ്റിലിന് 2 ഭാഗങ്ങളുണ്ട്: ഉപരിമാൻറ്റിൽ എന്നും അധോ മാൻറ്റിൽ എന്നും. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 100 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നത്. ലിത്തോസ്ഫിയറിന് താഴെയായി മാൻറ്റിലിൻ്റെ ഉപരിഭാഗത്ത് അർദ്ധ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആസ്തനോസ്ഫിയർ. ഭൂവൽക്കത്തിൻ്റെയും മാൻറ്റിലിൻ്റെയും അതിർവരമ്പ് മൊഹറോവിസിക് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ കാമ്പ് എന്നറിയപ്പെടുന്നു. കാമ്പിന് 2 ഭാഗങ്ങളുണ്ട്: പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. മാൻറ്റിലിൻ്റെയും അകക്കാമ്പിൻ്റെയും അതിർവരമ്പ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഭൗമോപരിതലത്തിലെ ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ മൂലകം സിലിക്കണാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ആൻസർ ഓപ്ഷൻ എ വേമ്പനാട് കായൽ. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, കടമക്കുടി, പാതിരാമണൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരവും വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി വേമ്പനാട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ 1954. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയാക്കിയ വർഷം 1955-ലാണ്. കുട്ടനാടിൻ്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട് കായൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. 1975-ലാണിത് പൂർത്തിയായത്. ഏറ്റവും വലിയ 2ാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. അടുത്ത ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ കൃഷിയിടം. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള? ആൻസർ ഓപ്ഷൻ ഡി ഗോതമ്പ്. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ് വിളകൾ വിതക്കുന്ന സമയം ജൂൺ, ജൂലൈ ആണ്. ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം സെപ്റ്റംബർ, ഒക്ടോബർ കാലഘട്ടങ്ങളിലാണ്. പ്രധാന ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്ര, റാഗി, ചണം, എള്ള്, നിലക്കടല എന്നിവ.
ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. റാബി വിളകൾ വിതയ്ക്കുന്ന സമയം ഒക്ടോബർ ഡിസംബർ ആണ്. റാബി വിളകളുടെ വിളവെടുപ്പ് കാലം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി വിളകൾ. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. വേനൽക്കാല വിളരീതിയാണ് സെയ്ദ്. പ്രധാന സെയ്ദ് വിളകളാണ് പഴങ്ങളും പച്ചക്കറികളും. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത്? ആൻസർ ഓപ്ഷൻ എ ബുധൻ. ഗ്രഹങ്ങളെ ഓർഡറിലാണ് പറയുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണ് 8 ഗ്രഹങ്ങളാണ് സൂര്യന് ചുറ്റുള്ളത്. വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുത് വ്യാഴമാണ്. പിന്നെ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, ചൂടുകൂടിയ ഗ്രഹം, സായാഹ്ന നക്ഷത്രം, തിളക്കമുള്ള നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധന്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്റർ ആണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റും 20 സെക്കൻഡാണ്, അതായത് 500 സെക്കൻഡാണ്. എന്നാൽ ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡാണ്. ഭൂമിക്ക് സമാനമായ ദിനരാത്രങ്ങളും ഋതുക്കളുമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ്. ഭൂമിയുടെ ഏറ്റവും ചേർന്നിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അതിന് ഉപഗ്രഹങ്ങളില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയുടെ അടുത്തിരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടെ അടുത്തിരിക്കുന്ന ആകാശഗോളം ചന്ദ്രനാണ്. നീലഗ്രഹം, സാന്ദ്രത കൂടിയ ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭൂമിയാണ്. ഒരു ഉപഗ്രഹമാണുള്ളത്, ചന്ദ്രനാണ്. വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം 5-ാമത്തേതാണ്. തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നീ പേരുകൾ അറിയപ്പെടുന്ന ചൊവ്വയാണ്. 2 ഉപഗ്രഹങ്ങളാണുള്ളത്, ഫോബോസ്, ഡൈമോസ്. ഭ്രമണവേഗത ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നതും വ്യാഴാണ്. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ളതും വ്യാഴത്തിനാണ്. സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ്. വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന യുറാനസ് ആണ്. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് മീഥെയ്ന്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകൾ അറിയപ്പെടുന്ന യുറാനസ് ആണ്. സമുദ്രത്തിലെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഗ്രഹശകലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശുദ്ധഗ്രഹങ്ങൾ. ശുദ്ധഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഐഡ, പല്ലാസ്, വെസ്റ്റ, ഇറോസ് തുടങ്ങിയവ. ശുദ്ധഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചിഹ്നഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ സൂര്യനും ശുദ്ധഗ്രഹങ്ങൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹങ്ങളെ അന്തർഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള ശിലകളും ഗ്രഹങ്ങളും കൊണ്ട് നിർമ്മിതവുമായ അന്തർഗ്രഹങ്ങളെ ഭൂസമാന ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൗമഗ്രഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ മറ്റ് 4 ഗ്രഹങ്ങളെ ബാഹ്യഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലുപ്പം കൂടിയവയുമാണ് ബാഹ്യഗ്രഹങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, അശോകൻ ഉൾപ്പെടുന്ന രാജവംശം? ആൻസർ ഓപ്ഷൻ ബി മൗര്യന്മാർ. മൗര്യ രാജവംശം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച വ്യക്തിയാണ് കൗടില്യൻ. കൗടില്യൻ, ചാണക്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണ് വിഷ്ണുഗുപ്തൻ. കൗടില്യൻ്റെ പ്രധാന കൃതിയാണ് അർത്ഥശാസ്ത്രം. ഇന്ത്യൻ മാഖ്യവല്ലി എന്നറിയപ്പെടുന്നത് കൗടില്യനാണ്. കൗടില്യനെ ഇന്ത്യൻ മാഖ്യവല്ലി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്ര ആണ്. ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയായി കണക്കാക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയ രാജാവും ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്തനെ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ബിന്ദുസാരൻ. അശോകൻ ഭരണത്തിൽ വന്ന വർഷം BC 273 ആണ്. അശോകൻ കലിംഗ രാജ്യം ആക്രമിച്ച വർഷം BC 261 ആണ്. സാരനാഥിലെ അശോക സ്തംഭം സ്ഥാപിച്ചത് അശോകനാണ്. ഇന്ത്യയിലെ ദേശീയ മുദ്രയായ സിംഹമുദ്ര എടുത്തിരിക്കുന്നത് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്.
ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം പ്രഖ്യാപിച്ച രാജാവ് അശോകനാണ്. വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ച മൗര്യ രാജാവ് അശോകനാണ്. 250 BC-യിൽ മൂന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയ ഭരണാധികാരി അശോകനാണ്. ശാസനങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് അശോകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്നത് സംവഹന മഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ സി, ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണിനെ ഭങ്കർ എന്നും പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. കറുത്ത പരുത്തി മണ്ണിനെ റിഗർ മണ്ണെന്നും അറിയപ്പെടുന്നു. ചെമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണം ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമികളിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചെങ്കൽ മണ്ണെന്നും പേരുണ്ട്. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കുരുമുളക്, കശുമാവ്, തെങ്ങ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മണ്ണാണ് പർവ്വത മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്. ചതുപ്പ് നിലയങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏത്? ആൻസർ ഓപ്ഷൻ സി, നിർമ്മാണ പ്രവർത്തനങ്ങൾ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖല ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനവും പാറവെട്ടും. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നു. ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്ന നിർമ്മാണം, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. തൃതീയ മേഖല അഥവാ സേവന മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തന മേഖലയാണ് സേവന മേഖല. സേവന മേഖല ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം തൃതീയ മേഖല ഉൾപ്പെടുന്നതാണ്.